ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ബ്രേക്കിംഗ് ബാഡിൻ്റെ ഒരു റിവ്യൂ ചെയ്തായിരുന്നു. എന്നാൽ ഈ അടുത്തിടെ ഒന്നുകൂടെ റൺവേ എന്ന സിനിമ കണ്ടപ്പോഴാണ് റൺവേയുമായി ബ്രേക്കിംഗ് ബാഡിന് ഒരുപാടധികം സിമിലാരിറ്റീസ് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയത്. സോ ബ്രേക്കിംഗ് ബാഡും ബ്രേക്കിംഗ് ബാഡിനേക്കാളും 4 വർഷം മുമ്പേ ഇറങ്ങിയ റൺവേ എന്ന മലയാള സിനിമയും തമ്മിലുള്ള കുറച്ച് സിമിലാരിറ്റികളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാനായി പോകുന്നത്. ബ്രേക്കിംഗ് ബാഡ് എന്നുള്ളത് ഒരു സീരീസാണ്, റൺവേ എന്നത് ഒരു സിനിമയാണ്. അതുകൊണ്ട് ഇതിനെ രണ്ടിനെയും ഫിലിം എന്നാണ് ഞാൻ വിളിക്കുന്നത്. സോ എനിക്ക് ആദ്യം തോന്നിയൊരു സിമിലാരിറ്റി എന്നത് ഈ രണ്ട് ഫിലിമിലെയും മെയിൻ ക്യാരക്ടറിൻ്റെ ഗോൾ തന്നെയാണ്. റൺവേ എന്ന സിനിമയിൽ കുടുംബത്തിൻ്റെ ദാരിദ്ര്യം മൂലം ദിലീപ് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ദിലീപ് ബായ് എന്ന സ്പിരിറ്റ് കടത്തുന്ന ഒരാളെ കാണുകയും പിന്നീട് അയാളോടൊപ്പം ചേർന്ന് സ്പിരിറ്റ് കടത്താൻ തുടങ്ങുകയും ചെയ്യുന്നു. സോ കുടുംബത്തിൻ്റെ ദാരിദ്ര്യം മാറ്റാൻ വേണ്ടി ഇവിടെ ദിലീപ് ഇല്ലീഗൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുകയാണ്. തൻ്റെ ലങ് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിനായും തൻ്റെ മരണത്തിന് ശേഷവും തൻ്റെ കുടുംബത്തെ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആക്കുവാനും വേണ്ടിയാണ് വാൾട്ടർ വൈറ്റ് പണം ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നത്. എന്നാൽ എങ്ങനെ പണം ഉണ്ടാക്കും എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് തൻ്റെ പഴയ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ജെസ്സി പിങ്മാനെ വാൾട്ടർ ഒന്നുകൂടി കാണുന്നത്. മെത്ത് ഉണ്ടാക്കലായിരുന്നു ജെസ്സിയുടെ പണി. അതുകൊണ്ട് തന്നെ വാൾട്ടറും ജെസ്സിയുടെ ഒപ്പം ചേർന്ന് മെത്ത് ഉണ്ടാക്കാൻ തുടങ്ങുന്നു. സോ വാൾട്ടറും തൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് ഇല്ലീഗൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നത്. ഇവിടെ ദിലീപിനെയും വാൾട്ടറിനെയും ഇത്തരത്തിൽ ഇല്ലീഗൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടാൻ പ്രേരിപ്പിക്കുന്ന രണ്ട് ക്യാരക്ടേഴ്സാണ് ബായിയും ജെസ്സിയും. സോ അവരുടെ റോളും ഇവിടെ സിമിലർ തന്നെയാണ്. അടുത്തതായി തോന്നിയ സിമിലാരിറ്റിയാണ് രണ്ട് പേരുടെയും അണ്ടർ വേൾഡിലെ പേര്. ദിലീപിൻ്റെ സിനിമയിലെ യഥാർത്ഥ പേര് ഉണ്ണി എന്നാണ്. എന്നാൽ സ്പിരിറ്റ് കടത്തുന്ന ആ ലോകത്ത് ദിലീപ് അറിയപ്പെടുന്നത് വാളയാർ പരമശിവം എന്ന പേരിലാണ്. വാൾട്ടറിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ മെത്ത് ഉണ്ടാക്കുന്ന ആ ഒരു എംപയറിനിടയിലും മറ്റ് മെത്ത് ബിസിനസ്സുകാരുടെ ഇടയിലും വാൾട്ടർ അറിയപ്പെടുന്നത് ഹൈസൻബർഗ് എന്നുള്ള പേരിലാണ്. മൂന്നാമതായി തോന്നിയ സിമിലാരിറ്റിയാണ് റൺവേ സിനിമയിൽ ഇന്ദ്രജിത്ത് ചെയ്ത കഥാപാത്രവും ബ്രേക്കിംഗ് ബാഡിലെ ഹാങ്ക് എന്ന ക്യാരക്ടറും. വാൾട്ടറിൻ്റെയും ദിലീപിൻ്റെയും കുടുംബത്തിൽ നിന്നും തന്നെ അവരെ പിടിക്കാനായി ഒരു ഉദ്യോഗസ്ഥൻ. എന്നാൽ ആ ഒരു ഉദ്യോഗസ്ഥന് തങ്ങൾ തപ്പി നടക്കുന്ന ആൾ തങ്ങളുടെ കുടുംബത്തിൽ തന്നെയുള്ള ആളാണെന്ന് ഒരു പരിധി വരെ അറിയുന്നില്ല. കുറച്ചുകൂടി ഡീപ്പായി പോവുകയാണെങ്കിൽ ഇന്ദ്രജിത്ത് ദിലീപിൻ്റെ അടുത്ത് ഇങ്ങനെ വാളയാർ പരമശിവൻ എന്ന് പറഞ്ഞ ആളുണ്ടെന്നും അവനെ ഞാൻ പിടിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ദിലീപാണ് വാളയാർ പരമശിവം എന്ന വാസ്തവം അറിയാതെ. ഹാങ്കിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിലും വാൾട്ടറിൻ്റെ അടുത്ത് വാൾട്ടറാണ് ഹൈസൻബർഗ് എന്ന് അറിയാതെ ഇങ്ങനെ ഹൈസൻബർഗ് എന്ന് പറഞ്ഞ വലിയൊരു പുള്ളിയുണ്ട്, അവനെ ഞാൻ പിടിക്കും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുമുണ്ട്. അവസാനമായി തോന്നിയ ഒരു സിമിലാരിറ്റിയാണ് ഈ രണ്ട് ഫിലിമിൻ്റെയും എൻഡിങ്. തങ്ങളുടെ ശത്രുക്കളെ വെൽ പ്രിപ്പയർഡ് ആയുള്ള ഒരു പ്ലാൻ ഉപയോഗിച്ചുകൊണ്ട് ഒറ്റയടിക്ക് ഇല്ലാതാക്കുന്നതായാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. റൺവേയിലാകട്ടെ ദിലീപിൻ്റെ ശത്രുക്കളുടെ വീട്ടിൽ മുഴുവൻ മണ്ണെണ്ണ ഒഴിച്ച് ചെറിയൊരു സ്പാർക്ക് ഉണ്ടാക്കി ആ വീട് തന്നെ പൊട്ടിത്തെറിപ്പിച്ച് ഒറ്റയടിക്ക് ആ ശത്രുക്കളെ എല്ലാം ഇല്ലാതാക്കുന്നു. ബ്രേക്കിംഗ് ബാഡിലാകട്ടെ ഒരു M60 ഗൺ ഉപയോഗിച്ചുകൊണ്ട് ഒറ്റയടിക്ക് തങ്ങളുടെ എല്ലാ ശത്രുക്കളെയും വാൾട്ടർ അവസാനം ഇല്ലാതാക്കുന്നുണ്ട്. ലൈക്ക് ഒരു സഡൻ ഇൻസ്റ്റൻസിൽ എല്ലാം നടക്കുന്നു. സോ എൻഡിങ്ങും വളരെ സിമിലർ ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. സോ ബ്രേക്കിംഗ് ബാഡ് എന്ന ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സീരീസ് എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഈ സീരീസിലുള്ള ഒരുപാട് കാര്യങ്ങൾ 4 വർഷങ്ങൾക്ക് മുമ്പ് അതും ഒരു മലയാള സിനിമയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിച്ച റൺവേ എന്ന സിനിമയുടെ സിനിമാ നിർമ്മിതാക്കൾക്ക് നമ്മൾ വലിയൊരു കയ്യടി തന്നെ നൽകേണ്ടതായിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങളെല്ലാം കണ്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ഇതുപോലെ എന്തെങ്കിലും മറ്റ് ഡീറ്റെയിൽ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക.